दोपहर के समय ബെൻഡു ने നീതാ മിസ് के पास जाकर कहा कि ഉച്ച സമയത്ത് ബെൻഡു നീതാ മിസ്സിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസെ പഠിനെ के लिए बाहर मत भेजो, അവനെ പഠിക്കാനായി പുറത്തേക്ക് പറഞ്ഞയക്കരുത്. വേ അച്ഛാ ലഡ്കാ ബനേഗ, അവൻ നല്ല കുട്ടി ആകാം. നീതാ മിസ്സിനെ പ്യാർ സേ കഹാ कि, നീതാ മിസ് സ്നേഹത്തോടെ പറഞ്ഞു, സ്കൂൾ ജാക്കർ പഠിനെ സേ ഹി, സ്കൂളിൽ പോയി പഠിച്ചാൽ ബച്ചോങ്ക ഭവിഷ്യ ടീക്ക് ഹോ ജാത്താ ഹെ, കുട്ടികളുടെ ഭാവി നല്ലതാകും. आदर्श विद्यालय में भी कलेक्टर आशुतोष मुखर्जी के आने की सूचना पहले पहुंच गई थी. ആദർശ വിദ്യാലയത്തിൽ കളക്ടർ അശുതോഷ് മുഖർജി എത്തുന്ന വിവരം നേരത്തെ അറിയിച്ചു. വിദ്യാലയ के लोग, സ്കൂളിലെ ആൾക്കാർ, ഇൻകോ സ്വീകാർ करने के लिए, അദ്ദേഹത്തെ സ്വീകരിക്കാൻ കൂബ് തയ്യാറിയാൻ കീർത്തി, നല്ല തയ്യാറെടുപ്പുകൾ നടത്തി. ബെൻഡു की विदाई के अवसर पर, ബെൻഡു യാത്ര പറയുന്ന അവസരത്തിൽ ശ്രീമതി മുഖർജിക്കോ ബഹുത്ത് ദുഃഖ ഹോ ഗയ, ശ്രീമതി മുഖർജിക്ക് വളരെ ദുഃഖമുണ്ടായി. നീതാ മിസ് ബി രോത്തി രഹി, നീതാ മിസ്സും കരഞ്ഞു. ആദർശ വിദ്യാലയക്കെ പ്രിൻസിപ്പൽ മോഹൻ ശർമാനെ, ആദർശ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ മോഹൻ ശർമ്മ കളക്ടർക്ക് സ്വാഗത കിയ, കളക്ടറെ സ്വാഗതം ചെയ്തു. ബെൻഡുവിനെ പ്രിൻസിപ്പൽ കോ ദേക്കർ ഹാത്ത് നഹീം ജോഡ, ബെൻഡു പ്രിൻസിപ്പലിനെ കണ്ട് കൈകൂപ്പിയില്ല. മുഖർജി സെ ഡാണ്ട് പാക്കർ, മുഖർജിയുടെ ശകാരം കേട്ട് ബെൻഡു വ്യംഗ്യരൂപസെ ഉസേ നമസ്തേക്ക്, ഒരു പരിഹാസ രൂപേണ അദ്ദേഹത്തെ നമസ്തേ പറഞ്ഞു. ഫിർ ടെസ്റ്റ് ദേ ദിയ, പിന്നീട് ടെസ്റ്റ് നടത്തി. ഇസ്മേ സബി പ്രശ്നോങ്ക ഉത്തർ ഗലത്ത് സെ ലിഖ ദിയ, ഇതിൽ എല്ലാ ക്വസ്റ്റ്യനുകളുടെ ആൻസർ തെറ്റായിട്ടാണ് എഴുതിയത്. വഹാം കെ ഏക് ശിക്ഷകനെ പൂച്ചാക്കി, അവിടുത്തെ ഒരു അധ്യാപകൻ ചോദിച്ചു, ക്യാ നിതാ മിസ്സിനെ കുച്ച് നഹീം പടായ, നിതാ മിസ് ഒന്നും പഠിപ്പിച്ചിട്ടില്ലേ? യഹ് സുനനേക്ക് താക്ത് ഉസ്മേ നഹീം രഹ, അത് കേൾക്കാനുള്ള ശക്തി അവനിൽ ഉണ്ടായിരുന്നില്ല. വഹ് ജൽദി സബി പ്രശ്നോങ്കെ ഉത്തർ ടീക്ക് ഹി ലിഖ് ദിയ, പെട്ടെന്ന് അവൻ എല്ലാ ചോദ്യങ്ങളുടെയും ആൻസർ ശരിയായി എഴുതി. കളക്ടറിനെ ബെൻഡു കോ 9വീं ദർജെ മേ ഭർത്തി കർക്കെ, കളക്ടർ ബെൻഡുവിനെ 9ാം ക്ലാസ്സിൽ ചേർത്ത് സ്കൂൾ കെ ഫീസ് അദാ കർക്കെ ചലാ ഗയ, സ്കൂളിലെ ഫീസ് അടയ്ക്കാനായി പോയി. യഹ് ബെൻഡു കെ കമരെ മേ ഔർ ഏക് സാത്തി ഭീ താ, ബെൻഡുവിൻ്റെ മുറിയിൽ മറ്റൊരു കൂട്ടുകാരൻ കൂടി ഉണ്ടായിരുന്നു. ഉസ്കാ നാം മനോജ് താ, അവൻ്റെ പേര് മനോജ് എന്നായിരുന്നു. കമരെ മേ മനോജ് കോ ദേഖ്തേ ഹി വഹാം സെ ചലാ ജാനെ കെ ലിയെ നിർദ്ദേശ് ദിയ, മുറിയിൽ മനോജിനെ കണ്ടപ്പോൾ അവിടെ നിന്ന് പോകാൻ അവൻ നിർദ്ദേശിച്ചു. ഇന്ന മാനിനെ പർ ഉസേ ഏക്ക് മാർ ദിയ, അവനത് കേൾക്കാഞ്ഞപ്പോൾ അവനെ മർദ്ദിച്ചു. മനോജിനെ ബുരാ നഹീ മാന, പക്ഷേ മനോജ് അത് മോശമായി എടുത്തില്ല. ഉസ്നെ ബെൻഡു കോ ഉപദേശ് ദിയാക്കി, അവൻ ബെൻഡുവിനെ ഉപദേശിച്ചു. ക്രോധ് പാപ് കി ജഡ് ഹെ, ക്രോധം പാപത്തിൻ്റെ വേരാണ്. മനോജിനെ ഏ സാരി ബാത്തെ, മനോജ് ഈ കാര്യങ്ങളെല്ലാം അശോക് നാമക്ക് ദോസ്തേ കഹ, അശോക് എന്നു പേരുള്ള സുഹൃത്തിനോട് പറഞ്ഞു. ജബ് വാർഡൻ കോ പതാ ചലാക്കി, വാർഡൻ ഈ കാര്യം അറിഞ്ഞപ്പോൾ ഉസ്നെ മനോജ് സേ പൂച്ചാക്കി, മനോജിനോട് ചോദിച്ചു, തുമ്നെ ഇസ്കി ശിക്കായത്ത് ക്യോം നഹീങ്കി, നീ ഇതിൻ്റെ പരാതി കൊടുക്കാഞ്ഞതെന്താ? വാർഡനെ ബെൻഡു കോ ഉപദേശ് ദിയാക്കി, വാർഡൻ ബെൻഡുവിനെ ഉപദേശിച്ചു. വിദ്യാലയക്കെ നിയമോं का പാലൻ करने आवश्यक है, സ്കൂളിലെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് ആവശ്യമുള്ള കാര്യമാണ്. ഓർ മനോജ് സെ മാഫി മാങ്കിനെ കെലിയെ കഹ, മനോജിനോട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞു. ബെൻഡു കി രായ് മേ മാഫി ചോട്ടി ആദ്മി മാങ്കത്തെ ഹെ, ബെൻഡുവിൻ്റെ അഭിപ്രായത്തിൽ മാപ്പ് ചെറിയ ആൾക്കാരാണ് ചോദിക്കുന്നത്. വേ ഏക്ക് എയ്സ ആദ്മി നഹീ ഹെ, ഞാൻ അങ്ങനെ ഒരു മനുഷ്യനല്ല. വാർഡനെ പ്രിൻസിപ്പൽ സെ ബാത് ദേനെ പർ, വാർഡൻ പ്രിൻസിപ്പലിനോട് ബാത്ത് ദേനെ പർ, കാര്യം ബാത്ത് ദേനെ പർ, കാര്യം അറിയിച്ചപ്പോൾ പ്രിൻസിപ്പൽ ബേസഹാര രഹുകയ, പ്രിൻസിപ്പൽ ബേസഹാര അല്ലാത്ത ഒരു അവസ്ഥയിലായി, എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലായി. ഒരു കളക്ടർ സാഹബ് പഹലെ പോലെ, കളക്ടർ സാഹബ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ബെൻഡു അകേല ഹോനെ കാ കാരൻ ബിഗടാ ഹെ. ബെൻഡു ഒറ്റയ്ക്കായത് കാരണം വളരെ വികൃതിയാണ്. ഇസെ കിസി ന കിസി പ്രകാർ സുധാർനാ ഹെ. അവനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നല്ലതാക്കണം. യഹ് ഇസ് വിദ്യാലയക്ക് പ്രതിഷ്ഠാ കാ പ്രശ്ന ഹെ. ഇത് ഈ വിദ്യാലയത്തിലെ അന്തസ്സിൻ്റെ പ്രശ്നമാണ്. ബെൻഡു ഹമേശ അപ്പനെ ഗർക്കെ ബാരേമേ സോച്ചിത്താ രഹ. ബെൻഡു എല്ലായ്പ്പോഴും തൻ്റെ വീടിനെ പറ്റി ചിന്തിച്ചിരിക്കും. ഉസ്നെ സോച്ചാക്കി, അവൻ ചിന്തിച്ചു. സദാ ഇസ് വിദ്യാലയക്ക് നിയമോങ്ക ഉല്ലംഘൻ കരേക. അവൻ എപ്പോഴും ഈ വിദ്യാലയത്തിലെ നിയമങ്ങളെ പാലിക്കരുത്. താൻ എപ്പോഴും ഈ വിദ്യാലയത്തിലെ നിയമങ്ങളെ ലംഘിച്ചു കൊണ്ടിരിക്കണം. തബ് പിതാജി ഉസേ സ്കൂൾ സേ ലേ ജായേങ്കി. അപ്പോൾ അച്ഛൻ തന്നെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിക്കോളും. വിദ്യാലയ ക നിയം താക്കി ഹമേശ ഖുഷ് രഹോ. വിദ്യാലയത്തിൻ്റെ നിയമം ഇതായിരുന്നു, ഹമേശ ഖുഷ് രഹോ, എപ്പോഴും സന്തോഷവാനായിരിക്കണം. और अपने दोस्त की सारी गलतियों को क्षमा करो. സുഹൃത്തുക്കളുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കണം. एक दूसरे का आदर करके विद्यालय में रहना चाहिए. एक दूसरे का आदर करके, ഒരാൾ മറ്റൊരാളെ ആദരിച്ച് സ്കൂളിൽ കഴിയണം. ബെൻഡു ഹമേശ ഉദാക്കെ സാത്ത് രഹ്നെ ലഗ. ബെൻഡു എല്ലായ്പ്പോഴും ഉദാസീനതയോടുകൂടി ഇരിക്കാൻ തുടങ്ങി. ലേക്കിൻ മനോജ് ഓർ ഉസ്കെ ദോസ്ത് ബെൻഡു സെ ബാത്ചീത് കർത്തേ രഹെ. എന്നാൽ മനോജും അവൻ്റെ സുഹൃത്തുക്കളും ബെൻഡുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഏക് ദിൻ ബെൻഡു പ്രാർത്ഥനാ കെ സമയ തിത്തലി സെ കേൾത്താ രഹ. ഒരു ദിവസം ബെൻഡു പ്രാർത്ഥനാ സമയത്ത് പൂമ്പാറ്റയെ കളിപ്പിച്ചു കൊണ്ടിരുന്നു. സപ്താഹിക് വിദ്യാർത്ഥി പരിഷത്ത് കെ ബൈഠക് ഇസ്കി ചർച്ച ആയി. ആഴ്ചയിലുള്ള വിദ്യാർത്ഥി പരിഷത്തിൻ്റെ മീറ്റിങ്ങിൽ ഇത് ചർച്ചയായി വന്നു. വഹാം പ്രധാൻ ന്യായാധീശ് ഏക്ക് വിദ്യാർത്ഥി ത. അതിലെ പ്രധാന ന്യായാധീശൻ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഉസ്നെ ബെൻഡു കെ ഈ അപരാധി കെ ലിയെ സബ്കെ സാമനെ മാഫി മാംഗനെ കി സസാ ബനായി. ന്യായാധീശൻ ബെൻഡുവിനോട് ഈ അപരാധത്തിന് എല്ലാവരോടും മാപ്പ് ചോദിക്കാൻ ശിക്ഷ നൽകി. ബെൻഡുവിനെ യഹ് ഇൻകാർ കർ ദിയ. ബെൻഡു ഇത് നിരസിച്ചു. അന്തുമേം പ്രിൻസിപ്പലിനെ യഹ് സസാ സുനാ ദീക്കി. അവസാനം പ്രിൻസിപ്പൽ ഈ ശിക്ഷ നൽകി. 2 दिन തക്ക് കോയി ബെൻഡു സെ നെഹീം ബോലേഗ. 2 ദിവസം ബെൻഡുവിനോട് സംസാരിക്കരുത്. ബെൻഡു കോ ലഗാക്കി യഹ് കിത്തന വിചിത്ര വിദ്യാലയ ഹെ. ബെൻഡുവിന് തോന്നിയത് എത്ര വിചിത്രമായ സ്കൂളാണ്. യഹാം ഹർ ലഡ്കെ കെ ഏക് ദൂസരെ കെ സാമനെ ജുഗ്ന സീഖ്താ ഹെ. ഇവിടെ ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയുടെ മുന്നിൽ തല കുനിക്കാൻ പഠിപ്പിക്കുന്നു. ബെൻഡു ഹമേശ അപ്പനെ ആപ് പർ ഗർവ് കർത്താ ഹെ. ബെൻഡു എല്ലായ്പ്പോഴും സ്വയം അഭിമാനം കൊണ്ടിരുന്നു. വഹ് മാൻതാ ഹേ കി വഹ് ബഡാ ഹേ ക്യോംകി ഉസ്കെ പിതാ കളക്ടർ ഹേ. അവൻ കരുതുന്നത് ഞാൻ വലിയ ആളാണ്, എന്തുകൊണ്ടെന്നാൽ തൻ്റെ അച്ഛൻ കളക്ടറാണ്. ഏക് ദിൻ ആശാ നാമക്ക് ഏക്ക് ലഡ്കീനെ ബെൻഡു സെ പൂച്ച. ഒരു ദിവസം ആശ എന്നു പേരുള്ള പെൺകുട്ടി ബെൻഡുവിനോട് ചോദിച്ചു, ബഡേ ആത്മീക്ക് പരിഭാഷ ക്യാ ഹേ. വലിയ മനുഷ്യൻ്റെ പരിഭാഷ എന്താണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്. ബെൻഡുവിന് ഏക്ക് വിചിത്ര ഡംഗക്ക ഉത്തർ ദിയാക്കി. ബെൻഡു ഒരു വിചിത്രമായ രീതിയിൽ ഉത്തരം നൽകി. ബഡാ ആത്മേ ഹർ ബാത്ത് മേ ബഡാ ഹോത്താ ഹേ. ബെൻഡു വലിയ ആൾക്കാർ എല്ലാ കാര്യത്തിലും വലുതായിരിക്കും. ലേക്കിൻ ആശാനെ കഹാക്കി. എന്നാൽ ആശ പറഞ്ഞു, വിദ്യ യാ പഠായി ബഡോങ്കേലി ഏക്ക് ആഭൂഷൺ ഹേ. വിദ്യ അല്ലെങ്കിൽ പഠനമെന്നുള്ളത് വലിയവർക്കൊരു അലങ്കാരമാണ്. വിദ്യ ബുദ്ധി സെ ആത്തി ഹെ. വിദ്യ ബുദ്ധിയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. അധിക റുപ്പയെ വാലെ ബഡാ നെഹീം ബൻദാ ഹെ. അധിക പൈസയുള്ളവർ വലിയ പണക്കാർ ബഡാ നെഹീം ബൻദാ ഹെ. വലിയവർ ആകുന്നില്ല.